Alternating current എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ദ വാല്യൂസ് ഓഫ് R, XL ആൻഡ് XC ആർ ഗിവൺ ബൈ 20, 30 ആൻഡ് 10 ohm റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ നെറ്റ് റിയാക്ടൻസ് ഓഫ് ദ സർക്യൂട്ട്. ഇവിടെ നമ്മൾ ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയും റെസിസ്റ്ററിനെയും കൂടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ സീരീസ് ആയിട്ട് ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയും കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടിനെ നമ്മൾ LCR സീരീസ് സർക്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ LCR സീരീസ് സർക്യൂട്ടിന്റെ നെറ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നെറ്റ് റിയാക്ടൻസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. LCR സീരീസ് സർക്യൂട്ടിന്റെ നെറ്റ് റെസിസ്റ്റൻസിനെ നമ്മൾ ഇംപിഡൻസ് എന്നാണ് വിളിക്കാറ്. ഇംപിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Z is equal to root of R square plus XC minus XL the whole square ആണ്. ഇനി അതല്ല, Z is equal to root of R square plus XL minus XC the whole square എടുത്താലും ഒരേ Z ന്റെ വാല്യൂ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. എന്താ പറഞ്ഞത്? XC minus XL the whole square എടുത്താലും XL minus XC the whole square എടുത്താലും ഒരേ Z വാല്യൂ കിട്ടും. സോ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെയാണ് XL എന്ന് വിളിക്കുന്നത്. കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ XC അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നത്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് Z ന്റെ വാല്യൂ കിട്ടും, നെറ്റ് റെസിസ്റ്റൻസ് കിട്ടും. Z is equal to root of R square plus XC minus XL the whole square എടുക്കുന്നു. ഇവിടെ R എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ohm ആണ്. സോ 20 square plus XL minus XC എടുത്താലും XC minus XL എടുത്താലും ഒരേ വാല്യൂ ആണ്. സോ 30 minus 10 എടുക്കുന്നു, 20 യുടെ സ്ക്വയർ എടുക്കുന്നു, വീണ്ടും 20 യുടെ സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 400 പ്ലസ് 400 എന്ന് കിട്ടി. രണ്ട് 400 ഉണ്ട്, ദാറ്റ് ഈസ് 2 into 400 എന്ന് എടുത്തു. നോക്കണേ, ഇവിടെ 2 into 400 2നെ ഞാൻ പുറത്തേക്ക് എടുത്തു, കിട്ടി റൂട്ട് 2. 400ന്റെ റൂട്ട് എടുത്താൽ നമുക്ക് 20 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 20 root 2 ohm എന്ന് ആൻസർ കിട്ടി. നോക്കണേ, ഇവിടെ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള R ആയിക്കോട്ടെ, കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആയിട്ടുള്ള കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയിക്കോട്ടെ, ഇൻഡക്ടർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയിക്കോട്ടെ, ഇനി ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് കൊടുക്കുന്ന ഇംപിഡൻസ് ആയിക്കോട്ടെ, ഇവരുടെ ഒക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? അത് ഓം തന്നെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? താങ്ക് യു ഗൈസ്.